പാലാ മീനച്ചിലാറ്റിൽ ശനിയാഴ്ച വൈകിട്ട് കാണാതായ യുവാക്കൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നു. രാവിലെ 6 മണി മുതൽ തന്നെ ഇരാറ്റുപേട്ടയിൽ നിന്നുള്ള നന്മക്കൂട്ടം ടീം എമർജൻസി പ്രവർത്തകർ വിലങ്ങുപാറ മുതൽ കളരിയാമാക്കൽ കടവ് വരെ പരിശോധന നടത്തി. ഇത്തരം അപകട സംഭവങ്ങളിൽ 100 മീറ്റർ പരിധിക്കുള്ളിൽ തന്നെ കണ്ടെത്താറുണ്ടെങ്കിലും പലതവണ അരിച്ചുവിറക്കിയെങ്കിലും കണ്ടെത്താതെ വന്നതോടെയാണ് തെരച്ചിൽ കളരിയാമാക്കൽ പാലം വരെ എത്തിയത്. ഇവിടെ ചെക്ക് ഡാമിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾക്കുള്ളിലും തെരച്ചിൽ നടത്തും. രാവിലെ ഇടുക്കി MP ഡീൻ കുര്യാക്കോസും കാണാതായ കുട്ടികളുടെ ബന്ധുക്കളും സ്ഥലത്തെത്തിയിരുന്നു. വേനൽ മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നത് മൂലം ആഴക്കൂടുതൽ തെരച്ചിലിനെ ബാധിച്ചതോടെ ചെക്ക് ഡാം തുറന്നുവിട്ട് ജലനിരപ്പ് കുറയ്ക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു. കളക്ടറേറ്റിൽ നിന്നുള്ള അനുമതിയോടെ ADM, റവന്യൂ ഉദ്യോഗസ്ഥർ, മാണി കാപ്പൻ എന്നിവരുടെ യോഗത്തിലാണ് 12 മണിയോടെ ചെക്ക് ഡാം തുറക്കാൻ ആരംഭിച്ചത്. എന്നാൽ ഡാമിലെ പലകൾക്ക് സമീപം അടിഞ്ഞുകൂടിയ മരക്കമ്പുകളും മാലിന്യങ്ങളും വിലങ്ങുതടിയായി. ഇതേ തുടർന്ന് ക്രെയിൻ എത്തിച്ച് വലിയ മരക്കമ്പുകൾ നീക്കി. 1 മണിയോടെ ജോസ് കെ മണി MPയും സ്ഥലത്തെത്തിയിരുന്നു. ADM S. ശ്രീജിത്ത്, റവന്യൂ ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ, നാട്ടുകാർ എന്നിവരുടെ സഹായത്തോടെയാണ് തെരച്ചിൽ തുടരുന്നത്. ചെക്ക് ഡാം തുറക്കുന്ന സാഹചര്യത്തിൽ ഡാമിന് താഴേക്കുള്ള ഭാഗത്തുള്ളവർ ജാഗ്രത പുലർത്തണമെന്ന് അധികാരികൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. വൈകുന്നേരം വേനൽ മഴയ്ക്കുള്ള സാധ്യത നിലവിലുള്ളതിനാൽ അതിവേഗമുള്ള തെരച്ചിലാണ് പുരോഗമിക്കുന്നത്. ഫയർഫോഴ്സും ടീമായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഇവിടെ നോക്കി ഏതെങ്കിലും സാധിക്കുന്നില്ലേ നോക്കിയ ഉൾപ്പെടെ ഇവിടെ ഉദ്യോഗസ്ഥരുണ്ട്. ADM ഉൾപ്പെടെ ബന്ധക്കട നമ്മളാണ്.